ചേട്ടന് വന്ന് കയറിയപ്പോ മുതലുള്ള ബീനയുടെ സംസാരം കേട്ടതല്ലേ? എന്നെ കൊച്ചാക്കുന്ന രീതിയിൽ അവള് സംസാരിച്ചത്. അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ എഴുന്നേറ്റ് പോയത്. അപ്പൊ അവള് പുറകെ വന്ന് വഴക്കുണ്ടാക്കി. ഇതവളുടെ മകളുടെ വീടാണെന്നും ഞാൻ ഇറങ്ങിപ്പോണോന്നും ബീന പറയാതെ പറഞ്ഞു. ഇത്ര നാണം കെട്ടിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പോവാ. ഞാൻ മനോജ് ചേട്ടനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതേ മായയെ ഓർത്ത. മായയ്ക്ക് വേണ്ടി അവളുടെ മകളോടുള്ള കടമ ചെയ്യാൻ വേണ്ടിട്ട്. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. മതിയായി. പ്ലീസ് വിഷമിക്കാതെ. ബീനയ്ക്ക് വേണ്ടി ഞാൻ ധന്യോട് മാപ്പ് പറയാ. ഹരി എന്തിനാ മാപ്പ് പറയുന്നത്? ഇവള് പറയുന്ന മുഴുവൻ വിശ്വസിക്കണ്ട. എന്റെ ഭാര്യയുടെ നാവ് എനിക്കറിയാം. അതത്ര നല്ലതൊന്നുമല്ല. അതെ, നിങ്ങൾ അങ്ങനെ കരുതിക്കോ. നിങ്ങളുടെ ഈ സ്വഭാവം കാരണം നാട്ടുകാർ പോലും എനിക്ക് വില തരാത്തത്. എനിക്കും നിങ്ങൾക്കും മീരയുടെ മേലെ ഒരു അവകാശം ഇല്ലാത്ത രീതിയിലാണ് അവൾ സംസാരിച്ചത്. നിനക്ക് എന്താ ധന്യേ? നമ്മളിവിടെ വന്നത് മീരയെ കാണാനല്ലേ? അത് ചെയ്താ പോരെ? എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? എനിക്കിതാ വീടില്ലാഞ്ഞിട്ടാണോ അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടി വന്നത്? ധന്യ സമാധാനിക്കാം. ഞാൻ ഇപ്പൊ തന്നെ ബീനോട് സംസാരിക്കാം. ഹരി ചോദിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അല്ലെങ്കിൽ തന്നെ ഹരി ചോദിച്ച അവൾ ഇത് വല്ലത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് കള്ളിയാ അവള്. നിർത്ത് തന്നെ. നീ ആരോടാ ബീനയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ബീനയുടെ ഭർത്താവാ ഹരി, അത് മറക്കണ്ട. ഞാൻ വഴിയല്ലേ ഹരി ബീനയെ പരിചയപ്പെട്ടത്. എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അവളെ അറിയില്ലല്ലോ. ആ കൊച്ചു ചെറുക്കനെയും കൊണ്ട് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ഒരു ജീവിതം ഉണ്ടാക്കിക്കൊടുത്ത് എന്നോട് ഇതാണ് അവളുടെ രീതിയെങ്കിൽ ബാക്കിയുള്ളവരെ എങ്ങനെയാ കാണുന്നതെന്ന് ഊഹിക്കാമല്ലോ. അവളെ മീരയോട് കാണിക്കുന്ന സ്നേഹമൊന്ന് യഥാർത്ഥമല്ല. അവളെ നന്നായിട്ട് അഭിനയിക്കുന്നതാ. അത് ഹരി മനസ്സിലാക്കിയ ഹരിക്ക് കൊള്ളാം. ഞാനും എന്റെ മായയും തമ്മിൽ മരണം വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. അതിന് ഇപ്പോ അവളുടെ ആത്മാവ് എന്നെ ശപിച്ചിട്ടുണ്ടാവും. ഈ നാശത്തിന് മീരയുടെ അമ്മയാക്കിയതിന്. നിന്നോട് അടങ്ങാൻ ഞാൻ പറഞ്ഞു. വേണ്ട മനോജെ, ധന്യെ വഴക്ക് പറയണ്ട. ബീന ധന്യോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാ. കണ്ടോ, ഹരിക്ക് കാര്യം മനസ്സിലായി. ഞാൻ നാണം കെട്ടുപോയി ഹരി. ഭാഗ്യത്തിന് ആദർശിന്റെ വീട്ടുകാരില്ലാതിരുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ പറയുന്നതൊക്കെ അവർ കേൾക്കില്ലായിരുന്നോ? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ബീനയാണ് തെറ്റ് ചെയ്തതെങ്കിൽ ബീന ധന്യയോട് മാപ്പ് പറയും. ഹരി വേണ്ട. ഹരി ഇതിനെക്കുറിച്ച് ഇനി ബീനയോട് സംസാരിക്കണ്ട. അത് നിങ്ങൾക്കിടയിൽ പ്രശ്നവും. അത് വേണ്ട. ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പലതും പറയാത്തത്. അതറിയാലോ. പക്ഷെ ഇനി അവൾ ആളായാൽ ഞാൻ എല്ലാവരോടും പറയും. അതെ, അവൾക്ക് ദോഷം ചെയ്യും. നോക്കിക്കോ. ഒന്ന് മതിയാക്ക തന്നെ. ഞാൻ ബീനോടൊന്ന് സംസാരിക്കട്ടെ. മിണ്ടരുത് നീ. മിണ്ടരുത്. നമുക്ക് ധന്യമ്മയോട് സംസാരിച്ച് സോൾവ് ചെയ്യാം. ഞാനൊന്നിനുമില്ല. ആരും ഒന്ന് സോൾവ് ചെയ്യാനും ശ്രമിക്കണ്ട. സോൾവ് ചെയ്തിട്ട് എന്തിനാ അവളോട് ചങ്ങാത്തം കൂടാനോ? എന്നാലും നിങ്ങൾ ഇങ്ങനെ വഴക്കോടി പിരിയുന്നത് മോശമല്ലേ? എന്തു മോശം? ആ ധന്യേ അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. എന്താ ബീന ഇത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഹരിയേട്ടൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയാം. എന്തിനാ ബീനയും ധന്യയും തമ്മിൽ വഴക്കുണ്ടായത്? ആ, അതാണോ കാര്യം? അപ്പോ അവൾ അത് വന്ന് ഹരിയേട്ടനോട് പറഞ്ഞു. എന്താ പറയാൻ പാടില്ലേ? കണ്ടോ മീരെ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവൾ അത് പരാതിയായിട്ട് ചെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാ അവളുടെ സ്വഭാവം. ധന്യ എന്നോട് പരാതി പറഞ്ഞതല്ല, മനോജുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഹരിയേട്ടനെ കേൾപ്പിക്കാൻ തന്നെ പറഞ്ഞതായിരിക്കും. അല്ലാതെ മനോജിനോട് സംസാരിക്കാൻ ഹരിയേട്ടൻ നിൽക്കുമ്പോ തന്നെ പറയണോ? വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ പോരെ? ഇതേ അവളുടെ അഭിനയോ? എന്തോ ആയിക്കോട്ടെ. ബീന എന്തിനാ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? മോൾ ഇതൊന്നും അറിഞ്ഞില്ലേ? ഞാൻ എന്ത് ചെയ്യാനാച്ചാ? ബീനാമ അമ്മായി ഞാൻ പറഞ്ഞ കേക്കണ്ടേ? നിങ്ങൾ തമ്മിൽ പോരടിക്കാൻ മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? അവൾ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും മീരയോട് പറയുന്നത് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണോ? അവളുടെ പെരുമാറ്റം കണ്ട എനിക്ക് ഹരിയേട്ടനും മീരയിലും യാതൊരു അവകാശവും ഇല്ലാന്ന് തോന്നും. ധന്യ പറഞ്ഞതുകൊണ്ട് മീരയിൽ തനിക്ക് അവകാശം ഇല്ലാതാവോ? ഇനി ധന്യ എതിർത്ത് പറഞ്ഞതുകൊണ്ട്
ധന്യക്ക് മീരയിൽ കൂടുതൽ അവകാശം ഉണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ ഈ വീട്ടിൽ വന്നു നിന്ന് വഴക്കുണ്ടാക്കിയത് എന്തിനാ? ഇത് മീരയെ വിവാഹം കഴിച്ചു വിട്ട വീടാ. അതെങ്കിലും ഒന്ന് ഓർക്കണ്ടായിരുന്നോ? അത് ഓർത്തതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. അല്ലെങ്കിൽ ധന്യ പറഞ്ഞ വർത്താനങ്ങൾക്കേ അവളുടെ മുഖത്ത് ഞാൻ അടിച്ചേനെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ അതിനുള്ള സ്ഥലം ഇതല്ലായിരുന്നു. അമ്മായിയും അവനും പോയോ അച്ഛാ? ഇല്ല, പോകാൻ ധന്യ മനോജിനെ നിർബന്ധിക്കുന്നുണ്ട്. പാവം മനോജ്, എനിക്കിപ്പം മോളുടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നതാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് മനസ്സ് വിഷമിച്ച് പോകേണ്ടി വന്നാൽ അത് വളരെ മോശമാണ്. മനോജേട്ടൻ ഇക്കാര്യത്തിൽ ഒരു വിഷമവും തോന്നില്ല. കാരണേ ധന്യ മനോജേട്ടനെ നന്നായിട്ട് അറിയാം. സത്യത്തിൽ അവൾക്കേ നമ്മളോട് കുശുമ്പ. നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതിലും നമ്മുടെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയതിലും അവൾക്ക് നല്ല വിഷമമുണ്ട്. ആ കുശുമ്പ ഇന്നിവിടെ കാണിച്ചത്. അതെന്തോ ആയിക്കോട്ടെ, ഇതിപ്പോ മീരയുടെ വീടാ. മീര തന്റെ കൂടി മകളാണ്. നമ്മുടെ മകളുടെ വീട്ടിൽ വന്നവരെ വേദനിപ്പിച്ച് വിടുന്നത് ശരിയല്ല. അത് ശരിയച്ചാ. അമ്മായിക്ക് വിഷമമുണ്ടായ ആ വിഷമവും ദേഷ്യവും അമ്മായി പാവ അമ്മാവനോടും മുത്തശ്ശിയോടും കാണിക്കും. അത് ഓർക്കുമ്പോഴാ വിഷമം. അതെ, മനോജേട്ടന്റെ കുഴപ്പ. അവളെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. ഭാര്യയുടെ താളത്തിനെല്ലാം തുള്ളുമ്പോ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ തന്നെ ആവില്ലേ ധന്യ എന്നെ കുറിച്ചും പറയുന്നത്? ഞാൻ ബീനയെ നിലയ്ക്ക് നിർത്താത്തോണ്ടാണെന്ന്. അതിനും ഞാനും അവളും ഒരുപോലെയാണോ? എന്റെ എന്തെങ്കിലും ഒരു സ്വഭാവ ഗുണം അവൾക്കുണ്ടോ? അസൂയയും കുശുമ്പും ഇറക്കി മനുഷ്യനെ ദ്രോഹിക്കാൻ മാത്രമേ അവളെ കൊണ്ട് കൊള്ളാവൂ. താൻ ഈ പറയുന്നത് തന്റെ ന്യായം. അതുപോലെ ധന്യയ്ക്കും ധന്യയുടേതായ ന്യായം ഉണ്ടാവും. ഒന്നും അല്ലെങ്കിലും നമ്മുടെ വിവാഹം പോലും നടത്തി തന്നത് ധന്യയല്ലേ? അതെങ്കിലും തനിക്ക് ഓർക്കാൻ പാടില്ലേ? ആ ഒരു കാര്യം പറഞ്ഞ് കുറേ നാളായിട്ട് അവൾ എന്നെ ദ്രോഹിക്കുന്നു. വിവാഹം ആലോചിച്ചത് അവളാ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? വിവാഹം ചെയ്ത് ജീവിക്കുന്നത് നമ്മളല്ലേ? നമ്മൾ തമ്മിലുള്ള പൊരുത്തവും ചേർച്ചയും കൊണ്ടല്ലേ ഇത്രയും വർഷം നന്നായി ജീവിച്ചു പോയത്. അതിന് അവളെന്തിനാ അഹങ്കരിക്കുന്നത്? എന്ന് കരുതി സ്ഥലകാല ബോധമില്ലാതെ വഴക്കടിക്കണോ? നിങ്ങൾ വഴക്കുണ്ടാക്കിയിരുന്ന സമയത്ത് ആദർശോ അമ്മയോ പെങ്ങളോ മറ്റോ കയറി വന്നിരുന്നെങ്കിലോ? അവര് നിങ്ങളുടെ സംസാരം കേട്ടിരുന്നെങ്കിലോ? എന്താവുമായിരുന്നു സ്ഥിതി? പിന്നെ മീരയ്ക്ക് ഇവിടെ ഉണ്ടാകുന്ന വില എന്താവുമായിരുന്നു? അവരാരും കാണുന്നത് മാത്രമല്ല അച്ഛാ. ഇവർ രണ്ടാളും കൂടി വഴക്കിടുമ്പോ ഞാൻ ആർക്കൊപ്പം നിൽക്കും? എനിക്ക് രണ്ടാളും വേണം. ആരെയും ഒഴിവാക്കാൻ സാധിക്കില്ല. ബീനാമ്മ എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്താ. അമ്മായിക്കും അതേ സ്ഥാനം തന്നെ എൻ്റെ മനസ്സിൽ. നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. കേട്ടില്ലേ മോള് പറഞ്ഞത്? ഇങ്ങനെ ഇവിടെ വേദനിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്റെ എല്ലാ പ്രശ്നത്തിലും എനിക്കൊപ്പം നിന്ന ആൾക്കാരാ മനോജും സാവിത്രി അമ്മയും. അവരെനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അത് ബീന ഓർത്താൻ നല്ലതാ. ഹരിയേട്ടാ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. മതി ന്യായം പറഞ്ഞത്. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോന്ന് പറഞ്ഞില്ലേ? അതോ ഇവിടുന്ന് വരാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നുന്നില്ലേ? ഇനി എല്ലാവരുടെയും കൂടെ ചേർന്ന് ബീനയുടെ മുൻപിൽ നിങ്ങൾക്ക് എന്നെ ഇനിയും കൊച്ചാക്കണോ? അതിനു വേണ്ടിയിട്ടാണോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നമ്മൾ എന്തിനാ ഇവിടെ വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? മീരയെ ആദർശിനെ വിരുന്നിന് ക്ഷണിക്കാനാ നമ്മളിവിടെ വന്നത്. വന്ന കാര്യം മര്യാദയ്ക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ശരിയാണോ? അതിന് ആദർശ് ഇവിടെ ഇല്ലല്ലോ. മീരയുടെ കാര്യം വേണ്ട രീതിയിൽ പറഞ്ഞിട്ട് പോകാമല്ലോ. ആദർശിനെ പിന്നീട് വേണമെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? ആദർശിനെ പോലെ തിരക്കുള്ള ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ശരി, എങ്കിനി അത് ചെയ്തില്ലെന്ന് വേണ്ട. മനോജേട്ടൻ ചെന്ന് മീരയോട് വിശദമായിട്ട് എല്ലാം പറഞ്ഞു ക്ഷണിച്ചിട്ട് വാ. നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. ആ ബീനെ ഞാനും തമ്മിൽ കണ്ട ശരിയാവില്ല. വെറുതെ വീണ്ടും വഴക്കാവും. നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയെന്ന്, ഇല്ലേ? അപ്പൊ അത് കേട്ടില്ല. ഇപ്പൊ നിനക്ക് മതിയായല്ലോ. അതിന് അവൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അങ്ങനൊരു ചിന്ത എന്റെ മനസ്സിൽ കൂടെ പോയതേ ഇല്ല. നീ ചിന്തിക്കുന്നത് പോലെയല്ല ഈ ലോകവും മനുഷ്യരും. ആവശ്യമില്ലാത്ത നിന്റെ ചിന്തകളുടെയും വാശികളുടെയും കുഴപ്പം കൊണ്ടാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. എന്റെ ചിന്തകൾക്കും വാശികൾക്കും കുഴപ്പമുണ്ട്, സമ്മതിച്ചു.
അതിന്റെ വിചാരണയൊക്കെ ഇനി പിന്നെ നടത്താം. അതോ ഇവിടെ വെച്ച് തന്നെ എല്ലാം തീർത്ത് എന്നെ എല്ലാവരുടെ മുൻപിൽ നാണം കെടുത്തിട്ട് തിരിച്ചു പോകുന്ന ഉറപ്പിച്ചിട്ടാണോ നിൽക്കുന്നത്? വെറുതെ എന്നെ നോക്കി എന്തിനാ പല്ല് കടിക്കുന്നത്? മനോജേട്ടൻ പോയി മീരെ ക്ഷണിച്ചിട്ട് വാ. ശരി, നന്ദിയോടെ നിൽക്ക്, ഞാനിപ്പോ വരാം. അതെ, അധികം സമയമൊന്നും എടുക്കണ്ട, വേഗം വന്നേക്കണം. അല്ലെങ്കിൽ ഇനി അവൾ എന്റെ ഇല്ലാത്ത കുറ്റങ്ങളെ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ വിടൂ. നീ ആ വണ്ടി കയറിയിരിക്കും തന്നെ. ശല്യം. മീരെ ക്ഷണിച്ചിട്ട് ഞാൻ ഇപ്പോ വരാം. ധന്യവിടെ മനോജ്? പുറത്തുണ്ട്. വെറുതെ ഇവിടെ വന്നാൽ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കാവും. ഹരിയേട്ടൻ വെറുതെ എന്നെ നോക്കണ്ട. ഞാനൊന്നും ചെയ്തിട്ടല്ല ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പോ കഴിഞ്ഞതെല്ലാം പറഞ്ഞ് ഒരു സംസാരം വേണ്ട. അതാ എല്ലാവർക്കും നല്ലത്. മോളെ മീര, ആദർശിനെയും മോളെയും വിരുന്നിന് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ആദർശിന് തിരക്ക് കുറഞ്ഞൊരു ദിവസം നോക്കി നിങ്ങൾ വീട്ടിലേക്ക് വരണം. വരാം അമ്മാവ. എന്തിന്? മനോജേട്ട മീരമോളുടെ അമ്മാവൻ എന്ന നിലയിൽ വിരുന്നിന് ക്ഷണിച്ചത് നല്ല കാര്യം തന്നെയാ. പക്ഷേ മീരയും ആദർശിനെയും കണ്ട ധന്യയ്ക്ക് എന്റെ കുറ്റം പറയാനും എന്റെ കുറവുകൾ അക്കവിട്ട് നിർത്താനും അല്ലേ നേരം ഉണ്ടാവൂ. വിരുന്നുണ്ടെന്നതിന് പകരം ധന്യയുടെ കുശുമ്പും കുന്നായ്മയും കേട്ട് വയറു നിറച്ച് അവര് പോരേണ്ടി വരും. ബീന നിർത്തുന്നുണ്ടോ താൻ? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹരിയേട്ടാ. എന്റെ മോള് ധന്യുള്ള ആ വീട്ടിലേക്ക് പോകരുതെന്നാ എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞ ഇവരനുസരിക്കുമെങ്കിലേ ഇവരോട് പോകരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. സാവിത്രി അമ്മയോടോ മനോജേട്ടനോടോ എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ ധന്യയുടെ കാര്യം അങ്ങനെയല്ല. എന്റെ മോളോട് എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ബീനോട് നിർത്താൻ ഞാൻ പറഞ്ഞു. മനോജെ, ആദർശം മീരയും വന്നോളും. ഇവിടെ ഉണ്ടായ വഴക്കിന്റെ പേരിൽ ബീന ഓരോന്ന് വിളിച്ച് പറയുന്നതാ. ശരി, ഞാനെന്നാ ഇറങ്ങട്ടെ. ആദർശിനെയും മോളെയും ഞാൻ ഫോണിൽ വിളിക്കാം. ശരി അമ്മാവ, ആദർശനോട് ഞാൻ പറഞ്ഞേക്കാം. ഹരി, ഇറങ്ങട്ടെ. പോട്ടടി. കേറ് പോവാം. എന്തായി, മീരയോട് കാര്യങ്ങൾ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. മനോജേട്ടാ, നിങ്ങളുടെ മുഖത്തെന്തോ ഒരു തെളിച്ചമില്ലാത്ത? എങ്ങനെ തെളിയും? അങ്ങനത്തെ പരിപാടിയല്ലേ നീ ഇവിടെ കാണിച്ചു കൂട്ടിയത്? വീണ്ടും മനോജേട്ടൻ എന്നെയാണോ പഴിക്കുന്നത്? ആ ബീന ചെയ്തതിന് പറഞ്ഞതിനൊന്നുമില്ലേ? ആരെന്ത് പറഞ്ഞാലും നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? ബീന സംസാരിച്ചതിന്റെ പേരിലാണെങ്കിലും അതിനോടൊപ്പം സംസാരിക്കാന്ന് പറഞ്ഞാൽ അവര് നീയും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമുള്ളേ? ഞാനും അവളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാനേ അവളെ പോലെയല്ല. അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. എന്നോട് അവൾ ബ്രോക്കർ ഫീസ് തരാന്ന് പറഞ്ഞു. അതൊന്നും എന്റെ മരണം വരെ ഞാൻ മറക്കില്ല. ദേഷ്യത്തിലും വാശിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പലരും പലതും പറയും. അതൊന്നും മനസ്സിലിട്ട് പകയാക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇവിടെ നിന്ന് പോകുമ്പോ അത് മറക്കണം. ഞാൻ ഈ അപമാനം മറക്കാനോ? ഇല്ല മനോജേട്ടാ, ഞാൻ മറക്കില്ല. അപ്പൊ നീ കാരണം എനിക്കുണ്ടായ അപമാനം അതിന് പരിഹാരമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്ന്. ഞാനും മീരയെ സംസാരിച്ചെടുത്ത് വലിഞ്ഞു കയറിവെന്ന് അലമുണ്ടാക്കിയത് അവൾ ഒരുത്തിയാ. നീയും നിന്റെ നാവും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾക്ക് എന്തൊക്കെയായാലും എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാനല്ലേ അറിയൂ. അതും പറഞ്ഞോണ്ടിരിക്കാതെ മീരെ ക്ഷണിച്ചപ്പോ എന്ത് പറഞ്ഞു എന്ന് പറ. അവരെന്ന് വരും? ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് വരുമെന്നറിയില്ല. സത്യം പറ മനോജേട്ടാ, ആ ബീന അവരെ വിടില്ലെന്ന് പറഞ്ഞില്ലേ? അതല്ലേ നിങ്ങളുടെ മുഖത്തൊരു വിഷമം? നീ എത്ര പറഞ്ഞാലും നന്നാവില്ല തന്നെ. എപ്പോഴും നീ ബീന ബീന ആലോചിച്ചോണ്ടിരിക്കുവാണോ?
ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവള് കുട്ടികളെ വിടില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഹ്, അല്ലെങ്കിൽ അവള് മുഖത്ത് നോക്കിയൊന്നും പറയില്ലല്ലോ. നിങ്ങൾ പോന്നു കഴിഞ്ഞപ്പോ മീരയുടെ ഹരിയോടും പറഞ്ഞു കാണും. അതുറപ്പാ. പാവ ഹരി, ആ നാശം പിടിച്ചവളെ സഹിക്കേണ്ടി വരുന്നത് ഞാൻ കാരണമാണല്ലോ എന്നതാ എന്റെ സങ്കടം. ഓ, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഇത്രയും സൽഗുണ സമ്പന്നയായ ഒരു പെണ്ണ് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലേ ഹരിയെ നീ ബീനെ കൊണ്ട് കെട്ടിച്ച്? എന്നിട്ട് പാവ ഹരിയെന്നോ? ഇടി, നിനക്ക് നാണം ഉണ്ടോടി ഇങ്ങനെ മാറ്റി മാറ്റി പറയാ? ഇവള് ഇത്രയ്ക്ക് ചീത്ത സ്വഭാവം ഉള്ളതാണെന്ന് ഞാനെങ്ങനെ അറിയും? ചക്കയൊന്നുമല്ലല്ലോ തുറന്നു നോക്കാൻ. നാട്ടുകാർ പറയുന്നത് സത്യമാണെന്നാ തോന്നുന്നത്. ഇവളുടെ ആദ്യ ഭർത്താവ് മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ചതാ. മരണം കൊണ്ടെങ്കിലും ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്തതാവും. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ തന്നെ. ദൈവത്തെ ഓർത്ത് നീ കുറച്ചൊരൊന്നും മിണ്ടായിരിക്കേ. കുറച്ച് മനസമാധാനം എന്താ? കണ്ടോ, ഞാൻ നിങ്ങൾക്ക് മനസമാധാനം തരുന്നില്ലല്ലേ? നിങ്ങൾക്ക് എന്നെക്കാളും ഇഷ്ടം ആ ബീനയോടാണല്ലേ? അതല്ലേ അവളെ പറയുമ്പോ പൊള്ളുന്നത്? സത്യം പറ, നിങ്ങൾ തമ്മിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ? നീ ഇങ്ങനെ തരം താഴരുത്. കേട്ടിട്ട് തന്നെ എനിക്ക് അറപ്പ് തോന്നുക. നീ പറയുന്നതായിട്ട് നിന്നെ കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? അതിന് എന്നെ പറഞ്ഞാൽ മതി. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാൽ നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എന്റെ പാട്ടിന് മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. വീട്ടിൽ വരുന്നവരോട് ബീന ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. തന്നെ എന്തെങ്കിലും പറഞ്ഞാലും ക്ഷമിച്ച് ഒന്നും മിണ്ടാതിരിക്കേണ്ട വകതിരിവ് ബീന കാണിക്കേണ്ടതായിരുന്നു. ഈ വീട്ടിൽ ആരും ഇല്ലാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ എന്ത് മോശമായി പോയനെ. തീരെ വീണ്ടും വിചാരമില്ലാത്ത പെരുമാറ്റമായിപ്പോയി ബീനയുടെ ഭാഗത്തുനിന്ന്. ഞാനൊരു സാധാരണ സ്ത്രീയെ ഹരിയേട്ടാ. ഞാൻ കേൾക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ എന്റെ മോളോട് പറഞ്ഞു കൊടുക്കുമ്പോ അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാനുള്ള ക്ഷമയോ സഹനശക്തിയോ ഒന്നും എനിക്കില്ല. കുറച്ചു നേരം ഞാൻ പിടിച്ചു നിന്നു. എന്റെ നിയന്ത്രണം വിട്ടപ്പോഴാ ഞാൻ കയറി സംസാരിച്ചത്. താൻ എന്തിനാ ധന്യയും മീരെ സംസാരിക്കുന്നത് കേൾക്കാൻ പോയത്? മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് കേൾക്കാൻ പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? മതിയച്ചാ, ധന്യമായി പോയല്ലോ. ഇനി ഈ പ്രശ്നം നമുക്ക് വിടാം. മോളെ, ഞാൻ വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ബീന കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും വകതിരിവോടെ പെരുമാറാൻ വേണ്ടിയിട്ടാ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തുന്നാ. ധന്യയുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാവുന്നതാ. പണ്ട് മായ ഉണ്ടായിരുന്നപ്പോ ധന്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളടക്കം എല്ലാം അറിയാവുന്ന ആളാ ഞാൻ. ധന്യയ്ക്ക് സാവിത്രി അമ്മ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമില്ലാതെ ഇരുന്നതുകൊണ്ടാ എന്നും സാവിത്രി അമ്മയെ മായയുടെ അടുത്ത് നിർത്തിയിട്ട് മനോജേട്ടന് വിളിക്കാൻ വരാൻ സമയമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മായ മരിച്ച ശേഷം സാവിത്രി അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോ ധന്യ ശരിക്കും പെട്ടുപോയി. അതിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാ ഹരിയേട്ടന് വിവാഹാലോചന വന്ന സമയത്ത് അവരെന്നെ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ജീവിതം മുന്നോട്ടു പോവാൻ വഴിയൊന്നും ഇല്ലാതെ തകർന്നു നിന്നപ്പോഴാ ധന്യ ഇങ്ങനൊരു വഴി എനിക്ക് തന്നത്. സത്യത്തിൽ അതിന്റെ നന്ദി എനിക്ക് ധന്യയോടുണ്ട്. പക്ഷെ എന്നെ സഹായിച്ചതിന്റെ പേരിൽ അവൾക്ക് അടിമയായിട്ട് ജീവിക്കാനോ എന്നെ ചൂഷണം ചെയ്യാൻ നിന്നു കൊടുക്കാനോ ഞാൻ തയ്യാറല്ല. അതിന്റെ ദേഷ്യ അവള് പല രീതിയിൽ തീർക്കുന്നത്. ഇത്രയും വർഷമായിട്ടും ഞാൻ ഇതൊന്നും ഹരിയേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? എല്ലാത്തിനും കുറ്റം എനിക്ക് മാത്രം. തെറ്റ് ചെയ്യുന്ന മറ്റുള്ളവരും പഴിയും വഴക്കും കേൾക്കുന്നത് ഞാനും. ഒരാൾ നമ്മളെ അടിമയാക്കാനും ചൂഷണം ചെയ്യാനും വന്നാ അതിന് നിന്നു കൊടുക്കണമെന്നാണോ ഹരിയേട്ടൻ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ വഴക്കുകൾ ഒഴിവാക്കാൻ നമുക്ക് മിണ്ടാതിരിക്കാമല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് നടത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരാൾ മിണ്ടാതിരുന്നാൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഒഴിവായി പോവും. ഒരുപാട് പ്രാവശ്യം ഞാൻ അങ്ങനെ സഹിച്ച് ജീവിച്ചു. പക്ഷേ നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴും ഒഴിഞ്ഞു മാറുമ്പോഴും അത് നമ്മുടെ കഴിവുകേടായേ മറ്റുള്ളവർ കരുതൂ. അതുകൊണ്ട് അടുത്ത അവസരം വരുമ്പോ അവർ കൂടുതൽ ശക്തിയായിട്ട് നമ്മളെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. അല്ലെങ്കിൽ വെറുതെ പഴികളും കുറ്റപ്പെടുത്തലുകളും കേട്ട് ജീവിതം തീർക്കേണ്ടി വരും.
ഇപ്രാവശ്യം ഞാൻ തിരിച്ചു പറഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോ അവൾ ഒന്നുകൂടി ചിന്തിക്കും. തന്നോട് എത്ര പറഞ്ഞാലും താൻ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സംസാരം തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എങ്കിലും ഇത് നമ്മുടെ വീടല്ലെന്നും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാധിക്കുന്ന മീരമോളെ ആണെന്നുള്ള ബോധം തനിക്കുണ്ടാവണമായിരുന്നു. ആ മീരമോളെ കുറിച്ച് ചിന്തിച്ചോണ്ടാ ഞാൻ കാര്യമായിട്ടൊന്നും പറയാതിരുന്നത്. എന്റെ നിയന്ത്രണം വിട്ട് യഥാർത്ഥ സ്വഭാവം വെളിയിൽ വന്നിരുന്നുവെങ്കിൽ ധന്യ ഇനി ഈ വീട്ടിലോ നമ്മൾ ആരെങ്കിലും ഉള്ള ഏതെങ്കിലും സ്ഥലത്തോ പോലും വരാത്ത രീതിയിൽ ഞാൻ പറഞ്ഞേനെ.